ചേട്ടൻ്റെ പേരെന്താ? പ്രസാദ്. ഇത് ഈ ഫിലിം ഒട്ടിച്ചേക്കുന്നത് അത് എന്തിനു വേണ്ടിയിട്ട് ഒട്ടിച്ചിരിക്കുന്നത്? ചൂടടിക്കാതിരിക്കാൻ വേണ്ടി. ചൂടടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വെരി ഗുഡ്. ശരി, ഈ വണ്ടി ഓടിക്കുമ്പം അദ്ദേഹം ഇതുവഴി നോക്കുമോ അതോ ഇതുവഴി നോക്കുമോ? അതുവഴി നോക്കാനല്ലേ പറ്റത്തുള്ളൂ. അതായത് കണ്ണിനൊരു പ്രത്യേകത ഉണ്ട്. ഏറ്റവും വ്യക്തമായിട്ട് എവിടെ കാണുമോ നമ്മൾ അതായിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇദ്ദേഹം ഓടിക്കുവാണെങ്കിൽ എങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്? ഓടിക്കുവാണെങ്കിൽ എങ്ങനെ ഇരിക്കും? കുനിയേണ്ടി വരും. ഈ കുനിഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാം? പെടല് കുനിച്ച് ഓടിച്ചാലുള്ള പ്രശ്നം എന്താ അറിയാം? ഒരു ഏകദേശം ഒരു 15 ഡിഗ്രി നമ്മൾ പെടല് കുനിച്ച് നിന്ന് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു 15 കിലോഗ്രാം വെയിറ്റ് നമുക്ക് വന്നതിന് തുല്യമാണ്. അത് വീണ്ടും നമ്മളൊരു 30 ഡിഗ്രിയിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 18-20 കിലോഗ്രാം വെയിറ്റ് നമ്മൾ താങ്ങിയതിന് തുല്യവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് വാഹനം ഓടിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മളൊരു നിത്യരോഗിയായിട്ട് മാറും. കുറേ കാലം കഴിയുമ്പം ഏതെങ്കിലും ന്യൂറോണിൻ്റെ ഒക്കെ ഡോക്ടർമാരെയൊക്കെ കാണേണ്ട ഒരു അവസ്ഥ വരും. ഞാനിത് ഇളക്കാനൊന്നും പറയുന്നില്ല, ഞാൻ വലിച്ചിളക്കുന്നതുമില്ല. അപ്പം ചേട്ടൻ ആലോചിച്ചിട്ട് ഇത് ഒട്ടിക്കണോ ഇത് ഇളക്കണോ എന്നുള്ളത് തീരുമാനിക്കുക. ഓക്കെ, അപ്പം ഒട്ടിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം ഇങ്ങനെ ഒരു സാധനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമ്പനിക്കാർ അതിനെന്തെങ്കിലും ഒരു മാർഗ്ഗം കണ്ടുപിടിക്കണം. നമുക്ക് നല്ല വിസിബിലിറ്റി വേണം. ഒരു വാഹനം ഓടിക്കുമ്പോൾ നല്ല വിസിബിലിറ്റി വേണം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ വിസിബിലിറ്റി ഇല്ല. പിന്നെ അതിന് പുറത്തൊരു എഴുത്ത് എഴുതിയപ്പോൾ അഡ്വൈസബിൾ അല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് വേണം ഇങ്ങനെ ഒരു മുകളിലൊരു മറ വേണം വെക്കുക. ഈ പ്രശ്നം ഉണ്ടെങ്കിൽ പക്ഷെ നമ്മുടെ കാഴ്ച മറയത്തില്ല. നമുക്ക് ഇങ്ങനെ കൂളി ഫിലിം ഒട്ടിച്ച് നമ്മളുടെ കാഴ്ചയ്ക്ക് തടസ്സം ഉണ്ടാക്കി കണ്ണിനെ ബുദ്ധിമുട്ട്. അത് കൂടാതെ ചില ആൾക്കാർ ഒത്തിരി തോരണങ്ങളൊക്കെ തൂക്കിയിടും. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ കണ്ണിൻ്റെ മുമ്പിലൊരു സംഗതി ആടുമ്പോൾ കണ്ണിനത് ബുദ്ധിമുട്ടുണ്ടാകും. അതും നമ്മളുടെ കാഴ്ചയെ ബാധിക്കും. മൊത്തത്തിൽ നമ്മളുടെ ആരോഗ്യത്തെ എല്ലാം ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കൂടുതൽ കാര്യങ്ങളുണ്ട്, അത് പിന്നീട് പറയാം. ഇപ്പോൾ തൽക്കാലം ഈ ഒരു കൂളി ഫിലിം ഒട്ടിക്കണോ വേണ്ടോ നിങ്ങൾ തീരുമാനിക്കുക. ഞാനിത് ഇളക്കാനൊന്നും വരുന്നില്ല. ഓക്കെ, ശരി.